കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഡൽഹിയിൽ നടത്തിയ വളരെ വൈകാരികമായൊരു പ്രസംഗമുണ്ടായിരുന്നു. വളരെ വൈറലായൊരു പ്രസംഗമാണ്. ഇന്നിപ്പോൾ അത് നമ്മളുടെ യൂട്യൂബ് സൈറ്റുകളിലുണ്ട്. ലൈവ് ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന യൂട്യൂബ് സൈറ്റിൽ ഏകദേശം 1.5 മില്യൺ ആളുകൾ ഇതിനകം കണ്ടു കഴിഞ്ഞു. നരേന്ദ്രമോദിക്ക് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ. നരേന്ദ്രമോദി 4 ദിവസം മുമ്പ് നടത്തിയ ഒരു വൈറൽ പ്രസംഗമുണ്ട്. ആ പ്രസംഗം ആകെ കണ്ടിരിക്കുന്നത് 1,14,000 ആളുകൾ മാത്രമാണ്. നരേന്ദ്രമോദി ആരായിരുന്നു? ഇന്ത്യ മുഴുവൻ ഇളക്കി മറിച്ചൊരു ഒറേറ്ററായിരുന്നു. ഇന്ത്യ മുഴുവൻ നരേന്ദ്രമോദിയുടെ പ്രസംഗം കേൾക്കാൻ കാത്തു നിന്നിരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. മേരെ പ്യാർ ദേശവാസിയോ എന്ന പ്രസംഗത്തിന് ഇന്ത്യ കാതോർത്തിരുന്നൊരു കാലമുണ്ടായിരുന്നു. ആ കാലത്തിൽ നിന്ന് ഇപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ 5 ഘട്ടം പിന്നിടുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന് 1.5 മില്യൺ യൂട്യൂബ് വ്യൂവേഴ്സും നരേന്ദ്രമോദി എന്ന ഒരുപക്ഷെ പ്രൊപ്പഗാൻഡയുടെ ഏറ്റവും മികച്ച സാങ്കേതികവിദ്യ കൈകാര്യം ചെയ്യുന്ന ഒരു പാർട്ടിയുടെ നേതാവിൻ്റെ പ്രസംഗം 1 ലക്ഷം മാത്രം ആളുകൾ കാണുകയും ചെയ്ത അവസ്ഥയിലേക്ക് എത്തി. ഇതൊരു പ്രതീകാത്മകമായിട്ടുള്ള കണക്കാണ്. ഒരു കണക്കൂടി ഞാൻ പറയാം. ഈ നരേന്ദ്രമോദിയെ തുറന്നു കാട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു യൂട്യൂബ് മീഡിയ ചാനലുകൾ കേരളത്തിൽ വളരെ ഇന്ത്യയിൽ മുഴുവൻ വൈറലായിട്ടുണ്ട്. ധ്രുവ് റാഠിയുടെ 2 വീഡിയോകൾക്ക് പൊതുസമൂഹത്തിൽ കിട്ടിയിരിക്കുന്ന സ്വീകാര്യത അത്ര ചെറുതല്ല. ഏറ്റവും ഒടുവിലിട്ടിരിക്കുന്ന ഒരു ദിവസം കൊണ്ട് ദ എൻഡ് ഗെയിം ഓഫ് എ ഡിക്റ്റേറ്റർ എന്ന ധ്രുവ് റാഠിയുടെ ഒരു യൂട്യൂബിന് കിട്ടിയിരിക്കുന്ന വ്യൂവർഷിപ്പ് 10 മില്യൺ ആണ്. 10 മില്യൺ. അതേസമയം അതിന് തൊട്ട് മുമ്പ് നരേന്ദ്രമോദിയെ പൂർണ്ണമായിട്ടും പൊളിച്ചെടുക്കിയ മറ്റൊരു യൂട്യൂബ് വീഡിയോയ്ക്ക് ലഭിച്ചിരിക്കുന്നതാവട്ടെ 23 മില്യനാണ്. ഇത് കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റമാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യ നരേന്ദ്രമോദിയെ പഴയതുപോലെ ഏറ്റെടുക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ഒരു വശത്ത് നിൽക്കുന്നു. അത് ഞാൻ ഈ വ്യൂവർഷിപ്പിൻ്റെ കണക്കുകളിലൂടെയാണ് പറയുന്നതെങ്കിൽ, മറുഭാഗത്ത് ഇനി മറ്റേ ആത്മവിശ്വാസത്തിൻ്റെ ഒരു കണക്കുണ്ട്. ഫീൽഡിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ്. ഞാനിപ്പോഴും കരുതുന്നത് ഫുൽപൂരിൽ നമ്മൾ കണ്ട ആ വലിയ തിരക്കുണ്ടല്ലോ, അഖിലേഷ് യാദവിനും രാഹുൽ ഗാന്ധിക്കും വലിയ പ്രചരണ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയുമ്പോൾ ലഭിച്ചിരുന്ന വലിയ തിരക്ക്, അതൊരു ഓർക്കസ്ട്രേറ്റഡ് ആണ്. അതൊരു അറേഞ്ച്ഡ് ആയിരിക്കുന്ന ഒരു തിരക്കായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മാധ്യമങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും അങ്ങോട്ട് പോയി. ആ പ്രചരണത്തിൽ രാഹുൽ ഗാന്ധിയും ഒപ്പം അഖിലേഷ് യാദവും പ്രസംഗിച്ചില്ലെങ്കിൽ പോലും ഒരു വലിയ തലക്കെട്ടായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഫുൽപൂരിൽ 3 ലക്ഷത്തോളം ആളുകൾ ഒരു റാലിക്ക് എത്തുക, അത് ഉത്തർപ്രദേശിൽ അടുത്ത കാലത്തെങ്കിലും സംഭവിച്ചിട്ടില്ലാത്ത ഒന്നാണെന്നേ. അത് സംഭവിക്കുന്നു ഓൺ ഗ്രൗണ്ട്. ഇത് യൂട്യൂബിൻ്റെ വ്യൂവർഷിപ്പോ ടെലിവിഷൻ വ്യൂവർഷിപ്പോ മാത്രമല്ല, പകരം ഇനി ദേശീയ പത്രങ്ങൾ എടുത്തു നോക്കൂ. ഏത് പത്രത്തിലാണ് നരേന്ദ്രമോദിയുടെ പ്രധാനപ്പെട്ട പ്രസംഗങ്ങൾ ആദ്യ പേജുകളിൽ എത്തുന്നത്? കുറയുന്നു. ദേശീയ മാധ്യമങ്ങളടക്കം നരേന്ദ്രമോദിയുടെ ക്യാമ്പയിനോട് കണ്ണടയ്ക്കുകയോ പുറം തിരിഞ്ഞു നിൽക്കുകയോ ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടാവുന്നു എന്നുള്ളത് ഒരുപക്ഷെ 2004 നമ്മൾ കണ്ടതുപോലെ ഈ ഇന്ത്യ ഷൈനിങ് ക്യാമ്പയിൻ ഘട്ടത്തിലും താഴെത്തട്ടിലുള്ള അനക്കം തിരഞ്ഞെടുപ്പ് തുടങ്ങിയപ്പോൾ മാധ്യമങ്ങൾ പ്ലേറ്റ് തിരിച്ചതുപോലെയുള്ള ഒരു തിരിവായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാധ്യമങ്ങൾ ആ പൾസ് തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നതാണ് എൻ്റെ ആദ്യത്തെ ടേക്ക്. രണ്ടാമത്തെ ആത്മവിശ്വാസത്തിൻ്റെ കണക്ക് എന്ന് പറയുന്നത്, ഹരിയാനയിലും പഞ്ചാബിലും 6 കോൺസ്റ്റിറ്റ്യുവൻസികളിൽ BJP നേതാക്കന്മാർക്ക് പ്രചരണം നടത്താൻ പോലും കഴിഞ്ഞിട്ടില്ല. അവിടേക്ക് ചെല്ലുന്നവരെ കർഷകർ ആട്ടിയോടിക്കുകയാണ്. ആ കർഷകർ സമരത്തിൻ്റെ ഒരു സ്റ്റേഷനിൽ മാത്രം, ഈ ശംഭു സ്റ്റേഷനിൽ മാത്രം കുടിയിരിക്കുന്ന കർഷകർ പ്രചരണം ഏറ്റെടുത്തിരിക്കുകയാണ്. ആ പ്രചരണത്തിൽ ഹരിയാനയിൽ പഞ്ചാബിലെ കർഷക സമൂഹം അവർ നൽകുന്ന ആത്മവിശ്വാസം ഇന്ത്യ മുന്നണിക്കുണ്ട്. അരവിന്ദ് കെജ്രിവാളിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി ശക്തമായിട്ടുള്ളൊരു ക്യാമ്പയിൻ, ഒരു പാൻ ഇന്ത്യ പ്രചരണത്തിൻ്റെ തുടക്കം കുറിച്ചിരിക്കുന്നു. എല്ലാവരും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുന്നു. ആൻഡ് നമ്പർ 3, വളരെ കൺവിൻസിംഗ് ആയിട്ടാണ് അരവിന്ദ് കെജ്രിവാൾ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടികളെ പൊളിച്ചടുക്കിയത്. ഓരോ ചോദ്യവും അതാണ്. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ ഹരിയാനയിൽ നരേന്ദ്രമോദിയുടെ പ്രസംഗമുണ്ട്. നരേന്ദ്രമോദിയുടെ പ്രസംഗം എന്താണെന്ന് പറയുന്നതെന്നറിയാമോ? കാസ്റ്റ് റിസർവേഷന് നെഹ്റു എതിരായിരുന്നു എന്ന് പറയുന്നു. പ്രസംഗം തുടങ്ങുമ്പോൾ, ഈ പ്രചരണം തുടങ്ങുമ്പോൾ, കേരളത്തിൽ വന്ന് പ്രചരണം തുടങ്ങുമ്പോൾ നാരീശക്തിയെക്കുറിച്ചും അതിനുശേഷം 400 സീറ്റിനെക്കുറിച്ചും പ്രസംഗിച്ച നരേന്ദ്രമോദി നെഹ്റുവിനെ പിടിച്ച് കാസ്റ്റ് റിസർവേഷന് നെഹ്റു എതിരായിരുന്നു എന്ന് പറയണമെങ്കിൽ മറുഭാഗത്ത് സൃഷ്ടിച്ചിരിക്കുന്ന നെറേറ്റീവിന് പിന്നാലെയാണ്, അഥവാ പ്രതിപക്ഷത്തിൻ്റെ ആഖ്യാനത്തിന് പിന്നാലെ പോകുന്ന ഒരു ഭരണപക്ഷത്തെ കാണുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 400 സീറ്റ് കിട്ടിയാൽ ഇന്ത്യൻ ഭരണഘടനയെ തിരുത്തി എഴുതുമെന്നും ഇന്ത്യൻ ഭരണഘടനയിലൂടെ തിരുത്തി എഴുതുന്നതിലൂടെ റിസർവേഷൻ തിരുത്തി എഴുതുമെന്നുള്ള ഈ പ്രതിപക്ഷത്തിൻ്റെ പ്രചരണം ഫലം കണ്ടിരിക്കുന്നു. അതിനു പിന്നാലെ പ്രതിപക്ഷത്തിൻ്റെ വാക്കുകൾക്ക് മറുപടി പറയാൻ സമയം കണ്ടെത്തുന്ന നരേന്ദ്രമോദി 2014-ലും 2019-ലുമുള്ള നരേന്ദ്രമോദിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. അപ്പോഴെല്ലാം 2014 നരേന്ദ്രമോദിയുടെ പ്രചരണത്തിന് പിന്നാലെ പ്രതിപക്ഷം പോയി. 2019 ഹൈപ്പർ നാഷണലിസത്തിൻ്റെ അതിദേശീയതയുടെ തീവ്രദേശീയതയുടെ പ്രചരണത്തിനൊപ്പം പുൽവാമയും ബാലക്കോട്ടും സൃഷ്ടിച്ച വലിയ പ്രചരണത്തിനു പിന്നാലെ അന്ന് നരേന്ദ്രമോദി പോയി. അതിനെ എതിർക്കാൻ കഴിയാതെ
ആത്മവിശ്വാസം തകർന്നു നിൽക്കുന്ന ഒരു പ്രതിപക്ഷത്തെയാണെന്ന് കണ്ടതെങ്കിൽ ഇന്ന് പ്രതിപക്ഷം സൃഷ്ടിക്കുന്ന ആഖ്യാനത്തിനു പിന്നാലെ പോകുന്ന നരേന്ദ്രമോദിയെ കാണാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് നരേന്ദ്രമോദി ഇന്നിപ്പോൾ ഹരിയാനയിൽ നെഹ്റു കാസ്റ്റ് റിസർവേഷനെതിരായിരുന്നില്ലേ എന്ന ചോദ്യം ചോദിക്കുന്നത്. നെഹ്റു റിസർവേഷനെതിരായിരുന്നില്ലേ, എല്ലാ കോൺഗ്രസ് മന്ത്രിമാരും റിസർവേഷനെതിരായിരുന്നില്ലേ എന്ന ചോദ്യങ്ങൾ ആവർത്തിക്കുന്നത് പ്രതിപക്ഷം ഉയർത്തിയിരിക്കുന്ന ആഖ്യാനത്തിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയാണ്. മാത്രവുമല്ല, ഓരോ ഘട്ടങ്ങളിലും ഇന്ന് പറയുന്നു വോട്ടു ജിഹാദികളുടെ വോട്ട് തേടിയാൽ മാത്രമേ ഇന്ത്യ മുന്നണി വിജയിക്കുകയുള്ളൂ എന്ന പ്രസംഗമാണ് നരേന്ദ്രമോദി നടത്തുന്നത്. എവിടെയാണ് നരേന്ദ്രമോദിയുടെ രാമക്ഷേത്രവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിനിലുള്ള ആത്മവിശ്വാസം? എവിടെയാണ് 400 സീറ്റുകൾ ലഭിക്കുമെന്നുള്ള ആത്മവിശ്വാസം? ദക്ഷിണേന്ത്യ മുഴുവൻ വോട്ട് ചെയ്ത് കഴിഞ്ഞല്ലോ. ദക്ഷിണേന്ത്യയിൽ മുഴുവൻ 131 സീറ്റുകൾ, പുതുച്ചേരിയും ലക്ഷദ്വീപും അടക്കം 131 സീറ്റുകളിൽ കഴിഞ്ഞ തവണ നേടിയ 29 സീറ്റുകൾക്കും അപ്പുറത്തേക്ക് ഒരു ഇഞ്ച് കടക്കാൻ എൻ ഡി എക്ക് കഴിയുന്നില്ലെന്ന് മാത്രമല്ല, കഴിഞ്ഞ തവണ കൊടുത്ത 26 സീറ്റുകൾ എവിടെ, കർണാടകയിൽ മണ്ഡി അടക്കം, ആ സീറ്റുകളിൽ ഇത്തവണ പകുതി പോലും നിലനിർത്താൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം എൻ ഡി എക്കുമില്ല, അവിടെയുള്ള കുമാരസ്വാമിക്കുമില്ല. ഇന്ന് കുമാരസ്വാമിയുടെ ഒരു കരച്ചിൽ കേട്ടായിരുന്നു, പ്രജ്വൽ നീ മടങ്ങി വരും മകനെ, എൻ്റെ കുടുംബത്തിൻ്റെയും പാർട്ടിയുടെയും അന്തസ്സ് സംരക്ഷിക്കൂ. ഇതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കർണാടകയിൽ വരി നിന്ന് വോട്ട് ചെയ്തിരിക്കുന്ന ഒരു സ്ത്രീ വോട്ടറും പ്രജ്വൽ രേവണ്ണയും അടങ്ങുന്ന ഏറ്റവും വലിയ സെക്സ് റാക്കറ്റിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുമെന്ന് നമുക്ക് കരുതാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ ദക്ഷിണേന്ത്യയിൽ മാത്രം 16 സീറ്റുകൾ നഷ്ടപ്പെടും. ഉത്തരേന്ത്യയിലേക്ക് എത്തിയാൽ ഹരിയാനയും പഞ്ചാബും ഡൽഹിയും കൂടി കണക്കിലേക്കിയാൽ 12 സീറ്റുകൾ നഷ്ടപ്പെടും. മൊത്തം 28 സീറ്റുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. പിന്നെ ഹിന്ദി ഹൃദയഭൂമി, രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ പഴയ ചലനമില്ല. അഗ്നിവീർ സൃഷ്ടിച്ചിരിക്കുന്ന ചലനം. മഹാരാഷ്ട്രയിൽ അജിത് പവാറിനെ കൊണ്ടുപോകുമ്പോൾ മറുഭാഗത്ത് ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ക്യാമ്പയിൻ ശക്തമായി നിലനിൽക്കുന്നത്. അജിത് പവാറിൻ്റെയും പ്രഫുൽ പട്ടേലിൻ്റെയും അഴിമതിയുടെ കറകളെക്കുറിച്ചുള്ള നേരത്തെയുള്ള നേതാക്കളുടെ പ്രസ്താവനകൾ ഇപ്പോഴും തെരുവുകളിൽ മുഴങ്ങുന്നത്. മഹാരാഷ്ട്രയിൽ 3 സീറ്റും കൂടെ കിട്ടിയാൽ 31 സീറ്റാവും. ആ 31 സീറ്റുകൾ കിട്ടിയാൽ കഴിഞ്ഞ തവണത്തെ 303 നിന്ന് 31 സീറ്റുകൾ കുറഞ്ഞു പോയാൽ ഭൂരിപക്ഷത്തിന് താഴേക്ക് എൻ ഡി എ പോകും. ഈ കണക്ക് കൂടിയാണ് സുജയ നാലാമത്തെ പ്രധാനപ്പെട്ട ഇന്ത്യ മുന്നണിയുടെ ആത്മവിശ്വാസം. ഒന്ന്, നരേന്ദ്രമോദിയുടെ കുറഞ്ഞു വരുന്ന പ്രതിച്ഛായ. 2, മറുഭാഗത്ത് കർഷകരുടെ ശക്തമായിട്ടുള്ള പ്രതിരോധം. 3, അരവിന്ദ് കെജ്രിവാളിൻ്റെ നേതൃത്വത്തിലുള്ള ക്യാമ്പയിനും ഒപ്പം അത് ഫീൽഡിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന പ്രചരണവും. ആൻഡ് നമ്പർ 4, ഏറ്റവും പ്രധാനപ്പെട്ടത് തെക്കേ ഇന്ത്യ അടക്കം മൊത്തം കണക്കുകളുടെ നമ്പർ കൂടി കണക്ക് കൂട്ടിയാൽ ഈ ആത്മവിശ്വാസം ഇന്ത്യ മുന്നണിക്ക് സ്വാഭാവികമായും ഉണ്ടാവും. ഇനി ഒരു കാര്യത്തിന് കൂടി മറുപടി പറയാം സുജയ. ഇതൊരു പാർലമെന്ററി തെരഞ്ഞെടുപ്പാണ്. ആ പാർലമെന്ററി തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രിയെ ചൂണ്ടിക്കാട്ടിയല്ല ഒരു തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിടുന്നത്. പ്രധാനമന്ത്രി അഥവാ ഒരു നേതാവിനെ ചൂണ്ടിക്കാട്ടി ഒരു തെരഞ്ഞെടുപ്പ് നേരിടുന്ന രീതിയുടെ പേര് പ്രസിഡൻഷ്യൽ രീതി എന്നാണ്. ഈ പാർലമെന്ററി സംവിധാനത്തെ പ്രസിഡൻഷ്യൽ രീതിയിലേക്കും ആ പ്രസിഡൻഷ്യൽ രീതിയിൽ നിന്ന് ഇലക്ടഡ് ഓട്ടോക്രസിയിലേക്കും മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ രീതിയല്ല കോൺഗ്രസിലുള്ള. കഴിഞ്ഞ 2019 ഇതേ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി എന്ന് പറഞ്ഞായിരുന്നല്ലോ കേരളത്തിലെ ക്യാമ്പയിൻ ചെയ്തത്. അങ്ങനെയല്ലല്ലോ ഒരു കാലത്തും. നോക്കൂ, 2004 വയനാട്ടിൽ നിന്ന് 2004 ഭൂരിപക്ഷം ഉണ്ടായിട്ടും സോണിയാഗാന്ധി പ്രധാനമന്ത്രിയായോ? 2009 അതിലേറെ ഭൂരിപക്ഷം ഉണ്ടായിട്ടും സോണിയാഗാന്ധി പ്രധാനമന്ത്രിയായോ? അധികാരത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന സോണിയാഗാന്ധിയാണ് നമ്മൾ കാണുന്നത്. അധികാരത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന രാഹുൽ ഗാന്ധിയാണ് നമ്മൾ കാണുന്നത്. ആ രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും അധികാരത്തോടുള്ള കഴിഞ്ഞ തവണ അകന്നു നിന്നല്ല, 2009-ലുമാണ്. 52 സീറ്റുമായി 2004-ലും 2009-ലുമാണ്. 2004-ലും 2009-ലും. അപ്പോൾ 75 വയസ്സാകുമ്പോഴും അധികാരത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്ന ഒരു നേതാവ് ഒരു വശത്തും 4 വർഷം മാത്രം അഗ്നിവീരിൽ സേവനം കൊടുക്കുന്ന ഒരു സംവിധാനം മറുവശത്ത് നിൽക്കുന്നുണ്ട്. ചെറുപ്പക്കാർ ചോദിക്കുന്നുണ്ട് ഹരിയാനയിൽ, ഹേ പ്രഭോ, താങ്കൾക്ക് 75 വയസ്സായി, താങ്കൾ അധികാരത്തിൽ നിന്ന് പോകുന്നില്ലേ? ഞങ്ങൾക്ക് 4 വർഷം മാത്രം അഗ്നിവീരിൽ സൈനിക സേവനം, താങ്കൾക്ക് രാഷ്ട്രീയത്തിൽ 75 വയസ്സ് കഴിഞ്ഞും രാജ്യസേവനം. ഇതെന്ത് നീതിയാണ് എന്ന് ചോദിക്കുമ്പോൾ മറുപടി പറയാനില്ലാത്തത് കൊണ്ട് അരവിന്ദ് കെജ്രിവാൾ തൊടുത്തുവിട്ട ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന എൻ ഡി ആണ് നമ്മൾ കാണുന്നത്. സുജയ, ആദ്യം കൂടിയാണ് ആത്മവിശ്വാസം കൂട്ടുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. Meet the editors.